എറണാകുളം അങ്കമാലിയിൽ വിദ്യാർത്ഥിനി ജാസ്ലിയ ജോൺസന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിലെ പ്രതി ഡോക്ടർ സിറിയക്ക് ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. വാഗമണിൽ നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവം നടന്ന 6 ദിവസം കഴിയുമ്പോഴാണ് പ്രതി പിടിയിലാകുന്നത്. വിപിൻ സി വിജയനാണ് നേരത്തെ വിവരങ്ങൾ നൽകിയത്. വിപിൻ, ഈ ജാസ്ലിയ ജോൺസന്റെ വാഹനാപകടത്തിന്റെ കേസിൽ പ്രതി ഡോക്ടറെ ഇന്നാണ് പിടികൂടിയത്. ഡോക്ടറുടെ പിതാവിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ഡോക്ടർ സിറിയക് ജോർജിന്റെ പിതാവിനെ ജോർജ് മാത്യുവിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ വാഗമണിൽ വെച്ചാണല്ലോ പ്രതി പിടിയിലായിരിക്കുന്നത്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഡോക്ടർ, ഇതിലെ പ്രതിയായ ഡോക്ടർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഡോക്ടർ സിറിയക് ജോർജ് അറസ്റ്റിലായിരിക്കുന്നു. സിറിയക് ജോർജിന്റെ പിതാവ് ജോർജ് മാത്യുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതിയെ, അതായത് മകനെ ഒളിപ്പിച്ചു എന്നതിന്റെ പേരിലാണ് പോലീസ് പിതാവിനെ അറസ്റ്റ് ചെയ്തത്. കോട്ടയം അതിരമ്പുഴയിലെ വീട്ടിൽ പോലീസ് എത്തി അവിടെ വീട് അടഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ജോർജിനെ അങ്കമാലി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. 6 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഇതിലെ പ്രതി പോലീസ് കസ്റ്റഡിയിലാകുന്നത്. സംഭവം നടന്ന 6 ദിവസം കഴിയുമ്പോഴാണ് പ്രതി പിടിയിലാകുന്നത്. ഡോക്ടർ സിറിയക് ജോർജ് വാഗമണിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. വണ്ടി ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയി സിറിയക്ക്. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ ദിവസം കുടുംബ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് ഈ പോലീസ് ബോധപൂർവം ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, സമ്പന്ന കുടുംബത്തിലെ അംഗമായതുകൊണ്ട് തന്നെ പോലീസ് ഈ കേസിൽ അവർക്കൊപ്പം നിൽക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഇന്നലെ കേസിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു സിറിയക്ക് കോട്ടയം സെഷൻസ് കോടതിയിൽ. ഏതായാലും അത് കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ സിറിയക്ക് അറസ്റ്റിലായിരിക്കുന്നു. ഈ അപകടം ഉണ്ടാകുന്നത് ഫെബ്രുവരി 28-ാം തീയതിയാണ്. അതിനുശേഷം പിന്നീട് ഈ വണ്ടി ഓടിച്ചിരുന്ന ഡോക്ടർ സിറിയക് ജോർജ് ഒളിവിൽ പോവുകയായിരുന്നു. ഇന്നലെ പോലീസ് ഇയാളെ പിടികൂടാൻ വേണ്ടി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോലീസ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് വാഗമണിൽ നിന്നാണ്. വൈകിട്ട് 28-ാം തീയതി വൈകിട്ട് 7:30-ക്കാണ് ജാസ്ലിയെ വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നത്. അതിനുശേഷം വാഹനം നിർത്താതെ ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഡോക്ടർ. അയാൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. എടവനക്കാട് കളത്തിപ്പറമ്പിൽ ജോൺസന്റെ മകളാണ് ജാസ്ലിയ ജോൺസൺ. ജാസ്ലിയ 2ാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്നു. പഠനത്തിനോടൊപ്പം തന്നെ ജോലിയും ചെയ്തിരുന്നു. ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് അങ്കമാലി ടെൽക്ക് ജംഗ്ഷനിൽ വെച്ച് 28-ാം തീയതി അപകടമുണ്ടായത്. വളരെ നടുക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. ജാസ്ലിയെ തട്ടിത്തെറിപ്പിച്ച ശേഷം നിർത്താതെ വാഹനം പോകുന്ന ദൃശ്യങ്ങൾ കണ്ടു. അതിവേഗതയിലായിരുന്നു വാഹനം വന്നിരുന്നത്. വാഹനം നിർത്താതെ പോയിരുന്നു. അതിലെ പ്രതിയായ ഡോക്ടർ 6ാം നാൾ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു, ഡോക്ടർ സിറിയക്. നമ്മളോടൊപ്പം വിപിൻ സി വിജയനുണ്ട്. വിപിൻ, ഡോക്ടർ സിറിയക്കിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞ 6 ദിവസമായി കഴിഞ്ഞിരുന്നില്ല. മകനെ പിതാവ് ഒളിപ്പിക്കുന്നു എന്ന പേരിൽ ഡോക്ടർ സിറിയക് ജോർജിന്റെ പിതാവ് ജോർജ് മാത്യുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അങ്കമാലിയിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇയാളെ വാഗമണിൽ വെച്ച് പോലീസ് പിടികൂടിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതെ ജി കെ, ഇപ്പോൾ ഡോക്ടർ സിറിയക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. അത് ബോധപൂർവമായിട്ടുള്ള ഒരു വീഴ്ചയാണ് എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ള വിമർശനം. ഒപ്പം തന്നെ യുവജന സംഘടനകളൊക്കെ അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. കാരണം ആദ്യഘട്ടത്തിൽ ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണവും ഈ ഒരു മരണത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ വളരെ നടുക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. റോഡിന്റെ അരികിലൂടെ നടന്നു വരികയായിരുന്നു ജസ്ലിയ. ഈ സമയത്ത് പുറകിലൂടെ വന്നിട്ടുള്ള കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു ഡോക്ടർ കൂടിയായ സിറിയക്ക് അവിടെ വാഹനം നിർത്താതെ പോവുകയും അവിടുന്ന് കടന്നു കളയുകയുമായിരുന്നു. ഇതിൽ പ്രതി ചേർത്തതിന് ശേഷം പോലും ഒരു തരത്തിലും കീഴടങ്ങുന്നതിന് പോലുമുള്ള ഒരു രീതിക്കുള്ള ഒരു പെരുമാറ്റവും ആ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പക്ഷേ പോലീസും ഇക്കാര്യത്തിൽ വേണ്ടത്ര ഒരു ശ്രദ്ധ ചെലുത്തിയതുമില്ല. പിന്നീട് കഴിഞ്ഞ ചൊവ്വാഴ്ച ജസ്ലിയയുടെ മരണത്തിന് ശേഷം അവയവങ്ങൾ ദാനം ചെയ്യുന്നു. അതൊരു വലിയ മാതൃകയാവുന്നു. അതിനുശേഷം കേരളം തന്നെ ആകെ ഉണരുകയും എവിടെ ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായ പ്രതി എവിടെ എന്നുള്ള ഒരു ചോദ്യം കേരളം ആകെ ചോദിക്കുകയും ഡോക്ടർ സിറിയക്കിനായി അപ്പോഴാണ് പോലീസ് ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇതാ അങ്ങനെ ഉണർന്നു പ്രവർത്തിച്ചതിന്റെ 2ാം നാൾ വാഗമണ്ണിലെ ഒരു റിസോർട്ടിൽ നിന്ന് പിടിയിലായിരിക്കുന്നു. റിസോർട്ടിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു ഡോക്ടർ സിറിയക്ക്. കോട്ടയം സ്വദേശിയാണ്. കോട്ടയത്ത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇങ്ങനെ സമീപിച്ചതിന് ശേഷം ഇപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറസ്റ്റിനേക്ക് ഒരു ചെറിയൊരു വൈകലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിൽ പോലീസ് ഉണർന്നു പ്രവർത്തിക്കുകയും ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഈ ഡോക്ടർ സിറിയക്കിന്റെ പിതാവിനെ വിളിച്ചു വരുത്തുകയും ഈ
ഒരു മകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ശ്രമിച്ചു എന്നുള്ള വകുപ്പുകൾ ചേർത്ത് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. അതിന് തൊട്ടുപുറകെ സിറിയക്ക് കൂടി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ജസീലയുടെ കുടുംബം ഇതിനു മുൻപ് തന്നെ ആരോപിച്ചിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ട് എന്നുള്ളത് ആ കുടുംബം ആരോപിച്ചിരുന്നു. കാരണം ആ ഒരു കുടുംബത്തെ സംബന്ധിച്ച് അത്രത്തോളം അത്താണിയായിട്ടുള്ള ആളായിരുന്നു ജസീലിയ. കൂടാതെ തന്നെ ആ മരണത്തിന് ശേഷം അവയവങ്ങളൊക്കെ ദാനം ചെയ്യണമെന്ന് എഴുതി വെക്കുകയും അതിനുവേണ്ടി അത്തരത്തിൽ മൂന്ന് പേരുടെ ജീവന് ഉണർവ് നൽകുന്നതിന് വേണ്ടിയും നിന്നു എന്നുള്ളതൊക്കെ വലിയ മാതൃകയും കേരളം അത് ഏറ്റവും സല്യൂട്ടോടുകൂടി സ്വീകരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ആ ഘാതകനിലേക്ക് എത്താൻ, ആ പ്രതിയിലേക്ക് എത്താൻ ഇപ്പോഴും കഴിഞ്ഞിരുന്നില്ല. ഈ വാഹനം പിന്നീട് അപകടമുണ്ടാക്കിയതിനു ശേഷം അത് ഒരു ഉപേക്ഷിച്ച നിലയിലായിരുന്നു പോലീസ് കണ്ടെത്തിയത്. ആരാണെന്നും ഈ വാഹനം ആരുടേതാണെന്നും അത് കോട്ടയം സ്വദേശിയുടേതാണെന്നും അത് ഡോക്ടർ സിറിയക്കിന്റേതാണെന്നും മനസ്സിലായിട്ടും സിറിയക്ക് എവിടെയെന്നുള്ള ചോദ്യം കേരള പോലീസിന്റെ മുൻപിൽ പല തവണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചോദിച്ചതാണ്. അവിടേക്ക് മാർച്ച് നടത്തുകയും അത് പ്രതിഷേധത്തിൽ കലാശിക്കുകയും സ്റ്റേഷനിലേക്ക് യുവജന സംഘടനയിലെ വിദ്യാർത്ഥികൾ തള്ളിക്കയറുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ എന്നിട്ടും അതിൽ ഒരു അനങ്ങാപ്പാറ നയം ആദ്യഘട്ടത്തിൽ ഉണ്ടായി എന്ന് നിസ്സംശയമാണ്. ഉണർന്ന് പ്രവർത്തിക്കാൻ തുമച്ചതിന്റെ രണ്ടാം നാൾ തന്നെ ഇപ്പോൾ ഇതാ ഡോക്ടർ സിറിയക്ക് പിടിയിലാവുകയും ചെയ്തിരിക്കുന്നു. അങ്കമാലി പോലീസ് വാഗമണിലേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനും കഴിയുകയാണ്. ജി കെ വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ജാസ്ലിയ ജോൺസനെ ഇടിച്ചിട്ട് കടന്നു കളഞ്ഞ ആ പ്രതി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. വാഗമണിൽ വെച്ചാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. സംഭവം നടന്ന് ജാസ്ലിയുടെ മരണം നടന്ന് 6 ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് പ്രതിയെ പിടികൂടുന്നത്. ജാസ്ലിയുടെ കുടുംബം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത് ബോധപൂർവം പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസ് ഇടപെടുന്നു എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസം ആ പ്രതിയെ കഴിയാത്തതിന്റെ പേരിൽ പിതാവിനെ, മകനെ സംരക്ഷിക്കുന്നു എന്ന പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ പ്രതിയായ ഡോക്ടർ സിറിയക്ക് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുന്ന ഘട്ടത്തിൽ ആണ് പോലീസിന്റെ അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളാണ് വിപിൻ സി വിജയൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.